CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കേബിൾ ടിവിയും ബ്രോഡ്ബാൻഡും ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത സംവിധാനമാക്കി മാറ്റുന്നതിൽ ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാർ ചെറുതല്ലാത്ത സേവനമാണ് രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ്. 15ഓളം കേബിൾ TV ഓപ്പറേറ്റർമാരുടെ നേതൃത്വത്തിൽ വടക്കേകാട് ആരംഭിച്ച വെല്ലോസ് മീഡിയയുടെ ഉദ്ഘാടനം PB സുരേഷ് നിർവഹിച്ചു. പിതാവ് വാഹനാപകടത്തിൽ മരിച്ചതിനു പിന്നാലെ 2 ദിവസത്തിനുള്ളിൽ 18 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞും മരിച്ചു. വെള്ളർക്കാട് പൊയിലി റോഡിൽ തറമേൽഞ്ഞാലിൽ വീട്ടിൽ സുധീഷ് അനുരാധ ദമ്പതികളുടെ മകളെയാണ് ഉറക്കത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെ 2:30 അക്കിക്കാവ് വെച്ച് ബൈക്കും കണ്ടെയ്നർ ലോറിയും കൂട്ടിയിടിച്ചാണ് ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന 24 വയസ്സുള്ള സുധീഷ് മരിച്ചത്. കുന്നംകുളം നഗരമധ്യത്തിൽ ശനിയാഴ്ച രാത്രിയിലുണ്ടായ വാഹനാപകടത്തിൽ 3 വയസ്സുകാരൻ ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. പഴഞ്ഞി പെരുന്തുരുത്തി സ്വദേശികളായ 3 വയസ്സുള്ള യുവ, ജയകൃഷ്ണൻ, ശ്രീലക്ഷ്മി എന്നിവർക്കാണ് പരിക്കേറ്റത്. തൃശൂർ റോഡിൽ നിന്ന് പട്ടാമ്പി റോഡിലേക്ക് കടന്ന സ്കൂട്ടറിൽ ഗുരുവായൂർ റോഡിൽ നിന്ന് വന്ന കാർ നിയന്ത്രണം വിട്ട് ഇടിക്കുകയായിരുന്നു. ഗുരുവായൂർ നഗരസഭ പ്രഥമ വൈസ് ചെയർമാനും രാഷ്ട്രീയ സാംസ്കാരിക മാധ്യമരംഗത്തെ നിറസാന്നിധ്യവുമായിരുന്ന വീട്ടിക്കിഴി ഗോപാലകൃഷ്ണനെ സ്മാരക ട്രസ്റ്റ് അനുസ്മരിച്ചു. അനുസ്മരണ സമ്മേളനം അഡ്വക്കേറ്റ് VT ബൽറാം MLA ഉദ്ഘാടനം ചെയ്തു. പോളിയോ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി പൾസ് പോളിയോ തുള്ളിമരുന്ന് നൽകലിന്റെ ഉദ്ഘാടനം കാട്ടകമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ രാമപുരം സബ് സെന്ററിൽ വെച്ച് നിർവഹിച്ചു. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ 2026 വടക്കാഞ്ചേരി ബ്ലോക്ക് തല ഉദ്ഘാടനം എരുമപ്പെട്ടി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രുതി ലാലു കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകി ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ചൊവ്വല്ലൂർ പടിയിൽ സ്കൂട്ടറിടിച്ച് കാൽനടയാത്രികന് പരിക്കേറ്റു. പാലക്കാട് സ്വദേശി ബാബുവിനാണ് പരിക്കേറ്റത്. രാവിലെ 8:30 അപകടം. പരിക്കേറ്റയാളെ എക്സ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മാസങ്ങളായി തകർന്നു കിടക്കുന്ന പട്ടിത്തടം മങ്ങാട് റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് BJP കാട്ടകമ്പാൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളിവണ്ടിയും കളിവഞ്ചിയും ഇറക്കി പ്രതിഷേധം സംഘടിപ്പിച്ചു. കേച്ചേരി സ്നേഹഭവൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നേത്രപരിശോധനാ ക്യാമ്പ് നടത്തി. CPM പഴഞ്ഞി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംയോജിത കൃഷി പച്ചക്കറി തൈകളുടെ വിതരണോദ്ഘാടനം കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം MN സത്യൻ നിർവഹിച്ചു. ഗുരുവായൂർ ബ്രഹ്മകുളം സെന്റ് തെരേസാസ് ഗേൾസ് ഹൈസ്കൂളിൽ മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു. പ്രൊഫസർ C രവീന്ദ്രനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. പൾസ് പോളിയോ പരിപാടിയുടെ കടപ്പുറം പഞ്ചായത്ത് തല ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് VM മനാഫ് നിർവഹിച്ചു. പോർക്കുളം ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ നടന്ന പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പരിപാടിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം പ്രസിഡന്റ് KA ജ്യോതിഷ് നിർവഹിച്ചു. മേഖലയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ പാറന്നൂർ ചിറ പരിസരത്ത് വ്യായാമം ചെയ്യുന്നവരുടെ കൂട്ടായ്മയായ ഹാപ്പി ഫിറ്റ് ക്ലബിന്റെ നേതൃത്വത്തിൽ പുസ്തക വായന സംഘടിപ്പിച്ചു. പയനിത്തടം പാസ്ക് വായനശാല വനിതാവേദിയുടെ നേതൃത്വത്തിൽ മേഖലയിൽ വർദ്ധിച്ചുവരുന്ന പാമ്പ് ശല്യത്തിനെതിരെ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.